മക്കളെ നമുക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലം ഏതാ ചെയ്യാൻ പോകുന്നത് മക്കളെ? 14B. അതിൽ ആദ്യം നിങ്ങൾക്ക് അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ ഒന്ന് പറയട്ടെ. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ലേബർ കോസ്റ്റ് വാരിയൻസ് ഏതാ? 1 - 2. പിന്നെ ലേബർ റേറ്റ് വാരിയൻസ് 3 - 2. ലേബർ എഫിഷ്യൻസി വാരിയൻസ് 1 - 3. പിന്നെ ലേബർ മിക്സ് വാരിയൻസ് 4 - 3. ലേബർ ഈൽഡ് വാരിയൻസ് 1 - 4. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ 4 ടേബിൾ എപ്പോഴാണ് വരിക? മിക്സ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ ലേബർ ഈൽഡ് വാരിയൻസ് എന്നാണ് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? കമ്പ്യൂട്ട് എന്താ പറഞ്ഞുള്ളത്? ലേബർ ഈൽഡ് വാരിയൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു നോട്ട് എഴുതാം. ഇത് എഴുതി വെച്ചിട്ട് ഇത് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ. അപ്പോൾ ഏത് പോട്ടെ? ലേബർ ഈൽഡ് ഏതിന് ഈക്വൽ ആവും? ലേബർ എഫിഷ്യൻസി വാരിയൻസിന് ഈക്വൽ ആവും. ക്ലിയർ? ഓക്കെ. അപ്പോൾ ആ ഒരു നോട്ടായിട്ട് എഴുതല്ലേ? എഴുതിക്കോ നോട്ട്. ഇഫ് ഇത് വരച്ച് വെക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് വെക്കാം. ഇഫ് സിംഗിൾ റോ മെറ്റീരിയൽ input is there, if single raw material input is there and question asked to find out labor efficiency yield variance, labor yield variance, then it is equal to yield variance, then it is equal to labor ഏതാ? efficiency variance. അപ്പോൾ കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? പറയും. അപ്പോൾ അടിയിൽ എഴുതാം, ലേബർ എഫിഷ്യൻസി വാരിയൻസ് ഈസ് ഈക്വൽ ടു 1 - 3. ഓക്കെ. നമുക്കൊന്നുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഡാറ്റ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഓക്കെ. ഏതായിരുന്നു? പ്രാക്ടിക്കൽ പ്രോബ്ലം 14 എന്തിടാം? ബി എന്നിടാം. ഡാറ്റാസ് പറയും. ഫസ്റ്റ് വൺ എന്താ? ആക്ച്വൽ പ്രൊഡക്ഷൻ എത്രയാണ്? 950. നമ്മളുണ്ടാക്കുന്ന എന്ത് പ്രൊഡക്റ്റാണ്? നമ്മുടെ പ്രൊഡക്റ്റിന് നമുക്കൊരു പേരിടാം. എന്താ? പെന്നും ഇതൊക്കെ കുറേ എടുത്തല്ല നമ്മൾ, വെറൈറ്റി സാധനമാകട്ടെ. ഫാൻ. എന്താണ്? ഫാൻ വെറൈറ്റി. അപ്പോൾ നിങ്ങൾ പറയും ഫാൻ വെറൈറ്റി ആണ്. യെസ്, ഇത് വെറൈറ്റി ഫാനാണ്, നോർമൽ ഫാനല്ല. അങ്ങനെ ഇതെന്താവും? വെറൈറ്റി ഫാനാവും. എങ്ങനെയുണ്ട്? താങ്ക് യു. കൈയടിക്കണ്ട അപ്പോൾ പ്ലീസ്. ദെൻ ആക്ച്വൽ പ്രൊഡക്ഷൻ 950 ആണ്. അടുത്തേതാ? സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എത്ര വരും? 1000 യൂണിറ്റ് ആണല്ലേ? ഇതും യൂണിറ്റ് ആണ്. ഓക്കെ. ദെൻ അപ്പോൾ ഇത് പറഞ്ഞ് ഇത് എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നതൊക്കെ? ഫിനിഷ്ഡ് ഗുഡ്സിനെ കുറിച്ചാണ്. ഇത് ഏതാണ്? ഫിനിഷ്ഡ് ഗുഡ്സും. ഇതും ഏതാ? ഫിനിഷ്ഡ് ഗുഡ്സും. ഓക്കെ. ദെൻ അടുത്ത് കണ്ടിന്യൂ. പിന്നെന്താ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഏതാണ്? ഹവറാണ് എന്നുള്ളത്. എത്ര? ₹25. അടുത്ത ഏതാണ്? സ്റ്റാൻഡേർഡ് ടൈം പെർ യൂണിറ്റ്. അങ്ങനെ പറഞ്ഞ ഒരു ഫാൻ ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ വേണം? 4 hours വേണം. ഓക്കെ അല്ലേ? ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ എഴുതിയ നോട്ട് പ്രകാരം നമ്മളെങ്ങനെ എഴുതും? ലേബർ എഫിഷ്യൻസി വാരിയൻസ് ഈസ് ഈക്വൽ ടു 1 - 3 അല്ലേ? ഓക്കെ, അറിയാലോ. അപ്പോൾ ആവശ്യപ്പെട്ടത് സാറേ ലേബർ ഈൽഡ് വാരിയൻസ് അല്ലേ എന്ന് ചോദിക്കുമല്ലോ. ഇനി ചോദിക്കില്ല. ഓക്കെ, ചോദിച്ചാൽ അവിടെ നോട്ടുണ്ട്, വായിച്ച് നോക്കിയത്. ദെൻ അടുത്ത 1 എന്താണെന്ന് എഴുതണം, 3 എന്താണെന്ന് എഴുതണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ സ്റ്റെക്ക് ആവാൻ പോകുന്ന ഒരു കാൽക്കുലേഷനാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? തിരിച്ച് വേറൊരു ലോജിക്ക് പറയും. ആദ്യം നമ്മുടെ സാധാ ഇക്വേഷൻ എഴുതാം.
സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു ഏതാണ് സ്റ്റാൻഡേർഡ് റേറ്റ്. പിന്നെ ഏതാ ആക്ച്വൽ ഹവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്. മനസ്സിലാക്കണം ഇത് ഏത് റേറ്റാണ്? സോറി സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. 3 ആണല്ലേ. ഓക്കെ, സ്റ്റാൻഡേർഡ് റേറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റേറ്റ് ഇല്ലേ രണ്ടും, ഇത് ഹവറിനെ കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ അത് ഏതാണ് റേറ്റ് പെർ ഏതാണ് ഹവറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എളുപ്പത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ. അത് രണ്ടോടത്തും എഴുതാം. 25 ഇടാം, പിന്നെ എത്രയാണ് 25 ഇടാം. ഓക്കെ അല്ലേ. പിന്നെ ആക്ച്വൽ പ്രൊഡക്ഷൻ 950 തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എത്ര തന്നിട്ടുണ്ട് 1000 വന്നു. നമുക്കറിയാം സ്റ്റാൻഡേർഡ് അവർ കാണാൻ വേണ്ടിയിട്ട് ഒരു വർക്കിംഗ് നോട്ട് നമ്മൾ സെറ്റ് ചെയ്യും. സ്റ്റാൻഡേർഡ് അവർ ഫോർ എന്താണ് പറയും ആക്ച്വൽ പറയടാ ഔട്ട്പുട്ടാണ്. ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 950 അല്ലേ. അപ്പോൾ 950ക്ക് വേണ്ടി ഒരെണ്ണത്തിന് വേണ്ടി സ്റ്റാൻഡേർഡ് എത്രയാണ് 4 hours ആണ് അല്ലേ മക്കളെ, അല്ലേ? എത്ര വരും കാൽക്കുലേറ്റ് ചെയ്താൽ 3800 hours എഴുതട്ടെ. 3800 hours എഴുതി ഇൻറ്റു 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരും എന്ന് പറഞ്ഞ് 95,000 അല്ലേ എന്നല്ലേ. ഓക്കെ അല്ലേ. ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ആക്ച്വൽ അവർ അറിയണ്ടേ അല്ലേ. ആക്ച്വൽ അവർ അറിയോ? ആക്ച്വൽ യൂണിറ്റ് അറിയാം അല്ലേ 950 അല്ലേ. അതിന് എത്ര മണിക്കൂർ ഒരെണ്ണത്തിന് ആക്ച്വലി എടുത്തെന്ന് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് കണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ ഇവിടെ 4 തന്നില്ലേ, ഇതെന്താ സ്റ്റാൻഡേർഡ് ടൈം പെർ യൂണിറ്റ് അല്ലേ. ഇതേപോലെ അവർ ഇങ്ങനെ തരുകയാണെങ്കിൽ എളുപ്പമായിരുന്നു. ഇതാ ആക്ച്വൽ ഹവർ പെർ യൂണിറ്റ് തരുകയാണെങ്കിൽ നമുക്ക് പൊളിക്കായിരുന്നു. തന്നിട്ടില്ല. ക്ലിയർ അല്ലേ. അപ്പോൾ ഇവിടെ എന്തിനുള്ള സ്കോപ്പില്ല, ആക്ച്വൽ അവർ കാണാനുള്ള സ്കോപ്പില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ് തെറ്റാണ് എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു കോൺസെപ്റ്റിലേക്ക് പോകണം. എന്താണ് ആ കോൺസെപ്റ്റ്? ഇത്രയും നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഇത്രയും എഴുതി വെച്ചിട്ട് എന്തെഴുതണം, ഹിയർ we cannot go further because actual hour information is not given in question. അപ്പം ഇതിന്ന് പിന്മാറരുത്, നമുക്ക് ചായ മാറ്റാം. ശ്രദ്ധിക്കാം. വേറൊരു കണക്ഷൻ നമുക്ക് ഇതിലൂടെ കൊണ്ടുവരാം. എന്താണെന്ന് വെച്ചാൽ ലേബർ എഫിഷ്യൻസി വാരിയൻസ് തന്നെ എഴുതാണ്. എന്നിട്ട് 1 - 3. അപ്പം നിങ്ങൾ എഴുതുമ്പോൾ ഇതും എഴുതണം. ഏത് മുകളിലത്തെ ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോഴാ കണക്ഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അടിയിലുള്ള എഴുതി വെച്ചാൽ പിന്നെ ഇങ്ങനെ തോന്നും ഇത് ഇക്വേഷൻ വേറെ ഉള്ളൂ അത് വേറെ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം 1 ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതുന്നു. 1ൻ്റെ നോർമൽ ഇക്വേഷൻ നമുക്കറിയാം സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു ഏതാണ് സ്റ്റാൻഡേർഡ് റേറ്റ്. മറ്റൊരു ഇക്വേഷൻ ഏതാ സോറി ഇവിടെ ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇനി ഇവിടുത്തെ മറ്റൊരു ഇക്വേഷൻ ഏതാ ഓർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പോൾ എന്താണ് ഇവിടെ സ്റ്റാൻഡേർഡും ഇവിടെ ആക്ച്വലും എടുത്തെന്ന് ചോദിക്കരുത്. കാരണം നിങ്ങൾ ഈ എടുത്ത സ്റ്റാൻഡേർഡില്ലേ അത് ഏത് ഔട്ട്പുട്ടിനായിരുന്നു ആക്ച്വൽ ഔട്ട്പുട്ടിനല്ലേ. അപ്പോൾ നമുക്കറിയുന്നതല്ലേ സ്റ്റാൻഡേർഡ് അവർ എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടാണ്. അപ്പോൾ അത് സെറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് 950 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം 950 അടിച്ചാൽ പോരെ. പക്ഷെ പ്രശ്നമുണ്ട്, വർക്കിംഗ് നോട്ട് എടുത്ത് സെറ്റ് ചെയ്യണം. ഓക്കെ, മുകളിലത്തെ 1 ആണെങ്കിൽ ഇതേതാണ് മറ്റ് മുകളിലത്തെ 1 ആണ് ആവശ്യമില്ല, എന്നാലും 1 കൊടുത്ത് 2. അടുത്ത ഏതാണ്ട് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. സാറേ സ്റ്റാൻഡേർഡ് റേറ്റ് തന്നില്ല, ഉണ്ട്, നമ്മളിവിടെ സ്പെസിഫിക്കലി പറഞ്ഞിരുന്നു. ഇവിടെ തന്ന സ്റ്റാൻഡേർഡ് റേറ്റിൽ 825 അത് ഏതിനാണ് പെർ ഹവറാണ്. നമുക്ക് വേണ്ടത് ഏതാണ് പെർ യൂണിറ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് കാണണം. ഓക്കെ അല്ലേ. എങ്ങനെ കാണാം? നമ്മൾ പറഞ്ഞ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരുന്നു ഫാനാണ്. ഒരു ഫാൻ ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ വേണമെന്നാണ് പറഞ്ഞത് 4 മണിക്കൂർ. അപ്പോൾ ഞാനാണ് ഫാൻ ഉണ്ടാക്കുന്ന ആൾ. ഓക്കെ, എനിക്ക് 1 മണിക്കൂറിന് എത്ര രൂപ തരിക 25. അപ്പോൾ ഒരു ഫാൻ ഉണ്ടാക്കാൻ എത്ര രൂപ തരണം 4 മണിക്കൂർ എടുത്തിട്ടാണ് ഒരു ഫാൻ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ 4 × 25 എൻ്റെ ഒരു ഫാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റേറ്റ്. ഓക്കെ അല്ലേ. സ്റ്റാൻഡേർഡ് പെർ യൂണിറ്റ് എത്രയാണ് 4 hours ഇൻറ്റു എത്രയാണ് 25 ₹25 പെർ ഹവറാണ്. ഈസ് ഈക്വൽ ടു ₹100 പെർ എന്ത് കിട്ടി യൂണിറ്റ് കിട്ടി.
ഓക്കെ അല്ലേ? ആ മുകളിൽ എന്ത് ചെയ്യാം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 95,000 തന്നെ വരും. ചോദിക്കട്ടെ മക്കളെ, ഇതേ 95,000 തന്നെയല്ലേ മുകളിൽ നമുക്ക് കിട്ടിയ 95,000 ഇവിടുത്തെ ആണ്. യെസ്. പിന്നെ എന്താ ഇപ്പോൾ ചെയ്യാൻ ആക്ച്വൽ അവർ എന്തല്ല പോസിബിൾ അല്ല. പക്ഷെ എന്ത് തന്നിട്ടുണ്ട്, ആക്ച്വൽ എന്ത് തന്നിട്ടുണ്ട്, യൂണിറ്റ്. നോക്ക്, ഈ ആക്ച്വൽ അവറിൻ്റെ ഇവിടുത്തെ ഒരു ഇക്വേഷൻ, ഈ കണക്ഷൻ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും സുഖമായിട്ട്, വാരിയബിൾ ഓവർഹെഡ് പഠിച്ചിട്ട് ആണെങ്കിൽ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ വാരിയബിൾ ഓവർഹെഡ് പഠിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ വരും. പക്ഷേ വാരിയബിൾ ഓവർഹെഡ് പഠിച്ചാൽ എന്ത് ചെയ്തോളും, ആ ഭാഗം സെറ്റ് ആയിക്കോളും. ഓക്കെ. ദെൻ ഇവിടെ നമ്മൾ വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഏതാ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു ഏതാണ്, സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം. ഇവിടെ ആക്ച്വൽ അല്ലേ, ഇവിടെ ഏതാണ്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ക്യാൻ പ്രൊഡ്യൂസ് ഇൻ ഏതാണ്, ആക്ച്വൽ ഹവറിൽ നിങ്ങൾക്ക് എത്ര സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നതാണ് ഇത് എസ് ഒ. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുള്ളത്, 1000. ദാ അല്ലേ, 1000 യൂണിറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ 1000 ഇവിടെ എഴുതുന്നു ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് 100 തന്നെയല്ലേ, അങ്ങനെ എത്ര വരും, 1 lakh വരും. ഓക്കെ, 1 lakh വന്നാൽ പരിപാടി കഴിഞ്ഞു. 1 - 3 എത്ര വരും, 95,000 - 3. അപ്പോൾ എത്രയാ, 5,000 മൈനസാണ് വരുന്നത്. അപ്പോൾ അതേതാണ്, അഡ്വേഴ്സാണ്. വേറെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ ഇതാക്കാം. എക്സാമിന് ഇത്ര മാത്രം മതി. ഓക്കെ അല്ലേ? ഈ കാണുന്നതേ എക്സാമിന് ആവശ്യമുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ എക്സാം എഴുതാനായിട്ടില്ലല്ലോ, പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളതൊക്കെ മുകളിലത്തൊക്കെ എഴുതി വെച്ചാൽ ഗുണം ചെയ്യും.